Are you guys excited for my cave hotel tour? Let's go. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കപ്പഡോക്കയിലെ മെയിൻ ആയിട്ടുള്ള ഹോട്ടൽസാണ് കേവ് ഹോട്ടൽസ്. അപ്പം ഇവിടെ വരുന്നവരെല്ലാവരും കേവിലാണ് താമസിക്കുന്നത്, അതായത് കേവ് ഹോട്ടൽസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ കേവ് ഹോട്ടലിൻ്റെ ടൂറാണ്. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുന്ന പോർഷൻ. അപ്പം കയറി വരുന്നിടത്ത് തന്നെ ഇവിടെ കുറേ റൂംസൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ടർക്കിഷ് ലാമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സൂപ്പറായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. റിസപ്ഷൻ വന്നിട്ട് മുകളിലാണ്. അത് ഞാൻ കുറച്ച് കഴിയുമ്പം ഞാനത് വോയിസ് ഓവർ ചെയ്ത് കാണിച്ചു തരാം. ഞാനത് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള നമ്മുടെ റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ 103. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. സോ വെൽക്കം ടു മൈ കേവ് ഹോട്ടൽ വൺസ് അഗെയിൻ. അപ്പം നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ജസ്റ്റ് വാർഡ്രോബൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്സ് ആണ്. നമ്മൾ കപ്പഡോക്കയിൽ എല്ലാവരും വരുമ്പോൾ അത്യാവശ്യം കുറേ ദിവസത്തേക്കായിരിക്കും സ്റ്റേ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഏരിയ ആണ് ഞങ്ങളുടെ പെട്ടിങ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നെവർ മൈൻഡ്. ആൻഡ് ദിസ് ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നല്ലൊരു മിററൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ മേക്കപ്പിനൊക്കെ ഒരു കൊട്ടാരത്തിലൊക്കെ വന്നൊരു പ്രതീതിയാണ് നമ്മളിവിടെ വന്നൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് റീൽസൊക്കെ പ്രതീക്ഷിക്കാം ഈ ഒരു ഏരിയയിൽ നിന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ബെഡിൻ്റെ അടുക്കിലേക്ക് പോകാം. ഇവിടേക്ക് ഇങ്ങനെ ഫുള്ളും ഇത് റിയൽ കേവ് ആണ് കേട്ടോ. റിയൽ കേവ് ഇങ്ങനെ അവരിങ്ങനെ റൂമായിട്ട് മേക്ക് ഓവർ ചെയ്ത് എടുത്തതാണ്. ഇത് പണ്ട് ഇറോഷൻ്റെ സമയത്തും എർത്ത് കേക്കിൻ്റെ ഒക്കെ സമയത്ത് ഇത് പൊളിഞ്ഞൊക്കെ പോയിട്ട് അവസാനം ഇവരത് റെനോവേറ്റ് ചെയ്ത് എടുത്തതാണ് ഈ ഒരു കേവ് ഹോട്ടൽസ് ഒക്കെ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര സൂപ്പറായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ടുള്ളത്. കുറേ ഇതൊക്കെ കൊടുത്തിട്ട് നല്ല ഡെക്കറേഷൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അകത്ത് തന്നെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് പറ്റും. കമ്മിങ് ടു ദി ബെഡ്. അപ്പം ഇത് നമുക്ക് കിങ് റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ കണ്ടില്ല, ഭയങ്കര രാജപ്രൗഢിയൊക്കെ തോന്നുന്ന പോലത്തെ ഒരു ഇതാണ്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള റൂം സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിയർ ഓൾസോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടർക്കിഷ് ലാമ്പൊക്കെ വെച്ചിട്ട് ഇവർ ഭയങ്കര സൂപ്പറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലാമ്പിൻ്റെ മാത്രം വെളിച്ചത്തിൽ നല്ല ഭംഗിയാണ് ഈ റൂം കാണാനായിട്ട്. ആൻഡ് സൈഡ് ടേബിൾസും തന്നിട്ടുണ്ട്. അപ്പുറത്തെ ബെഡിനും അങ്ങനത്തെ ടേബിളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരു കേവ് ഹോട്ടലാണെന്ന് പറഞ്ഞിട്ട് ഇത് ഒട്ടും മോശമുള്ള കാര്യമല്ല. ഫുള്ളും എന്താ പറയുക, എല്ലാ സാധനങ്ങളും നമ്മൾ സാധാരണ ഹോട്ടലിൽ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് കോഫിക്കുള്ള സാധനങ്ങളും അതുപോലെ ടീ ഷുഗർ, അതുപോലെ തന്നെ കപ്പെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, കെറ്റിലുണ്ട്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ TV ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് AC ഉണ്ട്. ഞങ്ങൾ AC ഇട്ടുകൊണ്ടാണ് ഫുൾ ടൈം ഇരിക്കുന്നത്, കാരണം ഭയങ്കര ചൂടാണ് പുറത്ത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സൈഡ് സോഫയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചുമ്മാ ഇരിക്കാനൊക്കെ. ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പുറത്തും സൈഡ് ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല എന്താ പറയുക, സൂപ്പറായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ. നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. പിന്നെ ഇവിടുത്തെ ഈ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ വന്നിട്ട് ഇത് ടുലിപ്സിൻ്റെ ഡിസൈനാണ് വന്നിട്ട്. ടർക്കിഷ് ടുലിപ്സിൻ്റെ അവരുടെ ഒരു മെയിൻ പ്രതീകമാണ് ഈ ടുലിപ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡിസൈനിലാണ് ഇവരിതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടേക്ക് ഇങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പുറത്തെങ്ങും പോകണ്ട, അകത്ത് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്കിവിടെ തൊട്ടാൽ തന്നെ മനസ്സിലാവും നല്ല റിയൽ കേവാണ്. പിന്നെ പറയുമ്പോൾ ഈ കാർപ്പറ്റ്സ് ആണ് ഭയങ്കര ഫേമസ് ആണ്, ടർക്കിഷ് കാർപ്പറ്റ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. റൂമിന് ഭയങ്കര ഒരു കളർഫുൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു ആംബിയൻസ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് തോന്നും. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കേവ് ഹോട്ടൽസിലും ഈ ഒരു സെറ്റപ്പൊക്കെ തന്നെയായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളെ കാണത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൻ്റെ അവിടേക്കും, ഒരുപാടൊന്നും ടോയ്ലറ്റ് ടൂറൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ജക്കൂസി പോലെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബാത്ടബ് എന്നും പറയാം. അതുപോലത്തെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഷവർ ഏരിയ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വന്നപ്പോൾ ഇങ്ങനെ കാണാൻ തുടങ്ങി
എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ വാഷിംഗ് ക്ലോസറ്റ് ഇല്ല, അതുപോലത്തെ എന്തോ സംഭവമാണ് കേട്ടോ. അപ്പം ബാത്റൂം കണ്ടാൽ തന്നെ ഭയങ്കര ഒരു കിടന്നുറങ്ങാൻ തോന്നും. അതുപോലത്തെ ഒരു ഭയങ്കര സൂപ്പർ ഒരു ലുക്കാണ് ഈ ബാത്റൂമിന് തന്നെ. കുറേ ഇങ്ങനത്തെ വാൾ ടൈൽസും ഒക്കെ വെച്ചിട്ട് ടർക്കിഷ് ലാമ്പൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. എന്തിനാണാവും അങ്ങനെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊരു ബാത്റൂമാണ് നമുക്ക് ഉള്ളത് കേട്ടോ. ഭയങ്കര സൂപ്പറാണെല്ലാം. ഇനിയിപ്പോൾ വന്നിട്ട് ഇതൊക്കെയാണ് നമ്മുടെ റൂം ടൂറ്. പിന്നെ ഇവിടെ മെയിൻ അട്രാക്ഷൻ റൂഫ് ടോപ്പാണ്. റൂഫ് ടോപ്പിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. റൂഫ് ടോപ്പിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ്. നമ്മുടെ സിറ്റി ഹോൾ കാണാനായിട്ടുള്ളൊരു പനോറമിക് വ്യൂ ഒക്കെ ഉണ്ട് നമ്മുടെ റൂഫ് ടോപ്പിൽ. അതുപോലെ തന്നെ നമുക്ക് രാവിലെ ഹോട്ട് എയർ ബലൂൺ ഫ്ലൈ ചെയ്യുമ്പോൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ റൂഫ് ടോപ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ബലൂൺസ് ഒക്കെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഞങ്ങൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമ്മുടെ റൂമിൻ്റെ ഒരു ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കപ്പഡോക്കിയയിൽ വരുന്നവർ ഉറപ്പായിട്ടും ഒരു മസ്റ്റ് ഡു തിങ്സിലൊന്നാണ് നമ്മുടെ കേവ് ഹോട്ടലിൽ താമസിക്കുക എന്നുള്ളത്. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കിട്ടും. ഇത് വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ആര്യ വിശാഖ് എന്നാണ്. അപ്പോൾ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് ബാക്കി ഞാൻ റിസപ്ഷൻ ഏരിയയുടെ കാണിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ റിസപ്ഷൻ ഏരിയയുടെ ആ ഒരു പാർട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടെയാണ്. റെസ്റ്റോറൻറ്റിന് തൊട്ടിപ്പുറത്തുള്ള ഒരു സീറ്റിംഗ് ആണിത് കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ സെർവ് ചെയ്തിട്ട്, നമ്മുടെ ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അവരിവിടെ സെർവ് ചെയ്യും. നമുക്ക് ഈ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാർപ്പറ്റ്, ഇങ്ങനത്തെ ഡിസൈൻസ് ആണ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കുകയാണ്. നമ്മൾ ഒരു കൈൻഡ് ഓഫ് താഴെയൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. പക്ഷെ നല്ല രസമാണ്. രാവിലെ ഭയങ്കര വെയിലും ഇല്ല, ഇവിടെ ഇങ്ങനെ ഫുൾ കവേർഡാണ്. അപ്പോൾ അത് കാരണം വെയിലും അടിക്കത്തില്ല, നമുക്ക് സൂപ്പറായിട്ട് ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കേവ് ഹോട്ടലിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൈസിന് ഭയങ്കര വേർത്താണ്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തത് ഓരോ റൂമിൻ്റെ ഡിസൈൻസ് ഒക്കെ റൂമിൻ്റെ പ്രൈസ് അനുസരിച്ചാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക തരം അവർക്ക് ബാൽക്കണിയൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ ഒരു സംഭവമൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഓവർ പ്രൈസാണ്. അതുപോലെ മേ ബി ഫാമിലി റൂംസൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ സെറ്റപ്പും ഉണ്ട് ഈ എല്ലാ കേവ് ഹോട്ടൽസിലും. അപ്പം ഞങ്ങൾ പക്ഷേ അങ്ങനത്തെ സെറ്റപ്പിൽ ഞങ്ങളുടെ താഴെയാണ് റൂം, ഇത് മുകളിൽ വന്നിട്ടുള്ള റൂമാണ്. അപ്പം കുറച്ചുകൂടെ അവർക്ക് എന്താ പറയുക, ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ പറ്റും അവിടെ നിൽക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കേവ് ഹോട്ടലിൻ്റെ സംഭവം. നമുക്കിനിയും റൂഫ് ടോപ്പിലോട്ട്, ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, റൂഫ് ടോപ്പ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വ്യൂസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ. ഇപ്പം ഭയങ്കര വെയിലാണ്, സൺസെറ്റ് ആകുമ്പോൾ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ, ഇത് ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ ടർക്കിയിൽ. നമ്മുടെ എന്താ പറയുക, ഈ കാർപ്പറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണ് ഇങ്ങനത്തെ പില്ലോസും കാർപ്പറ്റ്സും ഒക്കെ. അപ്പം ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ വ്യൂ എൻജോയ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറേ ഇതുപോലത്തെ ടേബിൾസ് അല്ല, ചെയേഴ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ നമ്മുടെ ആട്ടുതൊട്ടിൽ പോലത്തെ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് എസ്പെഷ്യലി നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമുള്ള സംഗതിയാണ്. ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. രാത്രിയിൽ എനിക്ക് തോന്നുന്നത് ലൈറ്റ് കത്തും തോന്നി. ഇങ്ങനെ ഇവിടെ ലൈറ്റ് ഇങ്ങനെ LED ലൈറ്റ്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ഭയങ്കര രസമായിരിക്കും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു കേവ് ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് ഭയങ്കര വേർത്താണ്. കാരണം ഈ പറഞ്ഞ പോലെ ഫോട്ടോ സെക്ഷൻ ആണെങ്കിലും അതുപോലെ ആ ഒരു വ്യൂസൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗൊറമേ പ്ലേസ് ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മേ ബി പറ്റും ഈ ഒരു കേവ് ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് എയർ ബലൂൺസും നമുക്ക് രാവിലെ കാണാനായിട്ട് സൂപ്പറായിട്ട് പറ്റും. അപ്പം കേവ് ഹോട്ടലൊരു മസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്, കേവ് ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടത്.